നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കറുപ്പ് ഭയം, വിമർശനങ്ങൾ ഭയം, സമരം ഭയം, ദേ ഇപ്പോൾ AI ചിത്രവും ഭയം. എന്നിട്ടും അണികൾ വിളിക്കും ഇരട്ട ചങ്കൻ. കറുപ്പ് കാണുമ്പോൾ ഹാലിളകുന്നതിന് പിന്നാലെ AI ചിത്രം കണ്ടാലും ഹാലിളകി ഊടുപാട് അറസ്റ്റിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും ഒരുമിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കോൺഗ്രസ് നേതാവിനെ തൂക്കിയെടുത്തു പോലീസ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെയാണ് കോഴിക്കോട് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് സ്വമേധയാ കേസെടുത്തു എന്നാണ് വെയ്പ്പ്. എന്നാൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് വ്യക്തം. പക്ഷേ തൂക്കിക്കൊണ്ടുപോയ പോലീസിന് 1 മണിക്കൂർ പോലും സുബ്രഹ്മണ്യനെ സ്റ്റേഷനിലിരുത്താൻ കഴിഞ്ഞില്ല. കാരണം അതിനു മുൻപ് പ്രതിഷേധവുമായി വലിയൊരു സംഘം ഇരച്ചെത്തി. ഉടൻ തന്നെ സുബ്രഹ്മണ്യനെ പ്രതിഷേധം ഭയന്ന് പോലീസ് വിട്ടുകൊടുത്തു. അതായത് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു. വല്ല കാര്യവും ഉണ്ടായിരുന്നു? വെറുതെ ചെന്ന് ഇരന്ന് മേടിച്ചു കൂട്ടിയിരിക്കുകയാണ് പിണറായി വിജയനും പോലീസും. രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കലാപാഹ്വാനം നടത്തിയെന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് N സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. ഒന്ന് ഓർത്തു നോക്കണേ, ഒരു AI ചിത്രം പങ്കുവച്ചതിനാണ് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. ഈ കലാപാഹ്വാനം മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതായത് നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് നവകേരള ബസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നു. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസുകാർ എത്തുന്നു. നവകേരള ബസിന് നേരെ യൂത്ത് കോൺഗ്രസുകാർ ഷൂ എറിയുന്നു. പിന്നാലെ നമ്മൾ കണ്ട കാഴ്ച കേരളം അങ്ങനെയൊന്നും മറക്കത്തില്ല. അതായത് DYFIക്കാർ ഇരച്ചെത്തി ഈ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കുന്നു, ചെടിച്ചട്ടിക്ക് തല തല്ലി പൊട്ടിക്കുന്നു, ഹെൽമെറ്റിന് അടിക്കുന്നു. അതൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അത് രക്ഷിക്കൽ പ്രവർത്തനമായിരുന്നു. ആ രക്ഷിക്കൽ പ്രവർത്തനത്തിന് ഞാൻ ആഹ്വാനം കൊടുത്തു എന്ന്. അന്ന് പക്ഷേ ഈ ഷൂ എറിഞ്ഞ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അന്നും ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞായിരുന്നു കേസെടുത്തത്. നവകേരള ബസിന് നേരെ ഒരു ഷൂ എറിഞ്ഞതിനാണ് മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ നീക്കം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസ് കേസെടുത്തത്. ഊച്ചാളിത്തരം എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും മറ്റൊന്നും പറയാനില്ല. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. സുബ്രഹ്മണ്യനെയും കലാപാഹ്വാനം നടത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തിട്ടും പോസ്റ്റ് നീക്കാൻ സുബ്രഹ്മണ്യം തയ്യാറായിരുന്നില്ല. ഇതാണ് പോലീസിനെ അങ്ങ് ചോടിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് എന്ന് പോലീസ് പറയുകയും ചെയ്തിരുന്നു. വീട് വളഞ്ഞ് തീവ്രവാദിയെ കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു സുബ്രഹ്മണ്യനെ കൊണ്ടുപോയത്. എന്നാൽ പോന്ന പോക്കിൽ ഇരട്ടച്ചങ്കനിട്ട് പൊട്ടിച്ചിട്ടായിരുന്നു സുബ്രഹ്മണ്യന്റെ പോക്ക്. ഇത് ഇരട്ടച്ചങ്കല്ല, ഓട്ടച്ചങ്കാണ്. ഒരു ചിത്രം പോലും കണ്ടാൽ ഭയം. ഇതേ ചിത്രം പങ്കുവച്ച രാജീവ് ചന്ദ്രശേഖറിനെ തൊട്ടില്ല, അത് മോദി പേടികൊണ്ടാണ് എന്ന കടുത്ത പരിഹാസമായിരുന്നു സുബ്രഹ്മണ്യൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയത്. അതായത് പോലീസുകാർ ജീപ്പിലേക്ക് കയറ്റാൻ കൊണ്ടുപോകുന്ന ആ ഒരു ഘട്ടത്തിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് വല്ല ഗുണവും ഉണ്ടായോ? നിമിഷങ്ങൾക്കകം സുബ്രഹ്മണ്യനെ വിട്ടയക്കുകയും ചെയ്തു. അതായത് വലിയ പ്രതിഷേധമായിരുന്നു ഇതിന് പിന്നാലെ നടന്നത്. ഒരു ചിത്രം പങ്കുവച്ചതിന് ഒരു തീവ്രവാദിയെ കൊണ്ടുപോകുന്നത് പോലെ വീട് വളഞ്ഞ് അയാളെ പിടിച്ചുകൊണ്ടുപോകുക. മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ, അതായത് മുഖ്യമന്ത്രിക്ക് നേരെ ആരും പ്രതിഷേധം നടത്തരുത്, മുഖ്യമന്ത്രിയെ ആരും വിമർശിക്കരുത്, ഞാൻ രാജാവാണ്, അടിമകൾ എന്നെ അങ്ങ് അനുസരിച്ചോണം എന്നുള്ള ആ ഒരു ലൈനാണ് മുഖ്യമന്ത്രിയുടേത്. സൗകര്യമില്ല എന്നാണ് മലയാളികൾ ഇതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സുബ്രഹ്മണ്യന്റെ അറസ്റ്റോടെ പിണറായിക്ക് കണ്ടകശിനി തുടങ്ങിയിരിക്കുകയാണ്. പല ഗ്രൂപ്പുകളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി ചിത്രം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളും അണികളുമെല്ലാം ചിത്രം വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് എത്ര പേർക്കെതിരെ കേസെടുക്കുമെന്ന് കാണണമെന്നാണ് ഇവരുടെ വെല്ലുവിളി. അല്ലെങ്കിലും പണി ചോദിച്ചു മേടിക്കുന്നത് മുഖ്യന്റെ ഒരു ശീലമാണ്. മുൻപ് പോറ്റിയെ കേറ്റിയെ പാട്ട് പാടുന്നവർക്കെതിരെ, പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കാനും പാട്ടിനെതിരെ കോടതിയിൽ പോകുമെന്നൊക്കെ ഭരണകൂടത്തിന്റെ വിരട്ട്. തൊട്ടു പിന്നാലെ കേരളം മുഴുവൻ ആ പാട്ട് ഒരുമിച്ചങ്ങ് പാടി. ചെറിയ കുട്ടികളെ കൊണ്ടുവരെ പാട്ട് പാടിച്ച് വൈറലാക്കി. ഇതോടെ പണി കിട്ടുമെന്ന് വ്യക്തമായതോടെ അറസ്റ്റുമില്ല, കേസുമില്ലെന്ന് പറഞ്ഞ് പിണറായി ഓടി. അതുതന്നെയാണ് പോറ്റിക്കൊപ്പമുള്ള ചിത്രം വൈറലാകുന്നതിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദികളിൽ കറുപ്പിട്ട് വരാൻ പാടില്ല എന്നൊരു തിട്ടൂരം മുൻപ് വന്നത് കേരളം ഓർക്കുന്നില്ലേ? പരിപാടിക്ക് കുടയും കൊണ്ട് വന്നവനെ വരെ വേദിയിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു പോലീസ്. കറുത്ത വസ്ത്രം ഇട്ട് വന്നവരെ അറസ്റ്റ് ചെയ്യുക, ഷർട്ട് ഇട്ടുകൊണ്ട് വന്നവന്മാരെ അത് ഊരിപ്പിക്കുക, സ്റ്റേഷനിൽ കൊണ്ടിരുത്തുക,
അങ്ങനെ കുറെ കലാപരിപാടികൾ കേരളം കണ്ടതാണല്ലോ. കറുപ്പ് കണ്ടാൽ മുഖ്യന് ഹാലിളകുമായിരുന്നു. അന്നും മലയാളി കറുപ്പിട്ട് മുഖ്യന്റെ സമനില തെറ്റിച്ചു. ചിത്രം പങ്കുവച്ചാൽ അറസ്റ്റെന്ന് ഭീഷണി വന്നതിന് പിന്നാലെ ഇപ്പോൾ ചന്ന പിന്ന ചിത്രം പങ്കിട്ട് മലയാളി മുഖ്യമന്ത്രിയെ വീണ്ടും ചൊടിപ്പിക്കുന്നു. അല്ലെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്തേ അടങ്ങൂ മലയാളികൾ. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണോ വീണ്ടും അവരെ ചൊടിപ്പിക്കാൻ പോയത്? അതുകൊണ്ട് എന്താ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് മുഖ്യമന്ത്രിയും പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ്. പോറ്റിയും പിണറായിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തിന്റെ ഫോട്ടോയുടെ ആധികാരികത വ്യക്തമാക്കും. വീട് വളഞ്ഞ് പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയതോടെ സുബ്രഹ്മണ്യന്റെ മൈലേജ് കൂടിയിട്ടുണ്ട്. പ്രധാനമായും മുഖ്യമന്ത്രിയെ ഹാലിളക്കിയതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇപ്പോൾ സുബ്രഹ്മണ്യന് പാർട്ടി കൊടുക്കുകയാണ്. ഇതുകൂടാതെ വലിയ വിമർശനങ്ങളും സുബ്രഹ്മണ്യൻ ഉയർത്തിയിരുന്നു. ഫോട്ടോയുടെ ആധികാരികത വ്യക്തമാക്കും. സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ പലതും AI നിർമ്മിതിയാക്കുകയാണ്. ഇതേ ഫോട്ടോ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസില്ല. വീഡിയോ പങ്കുവെച്ച് വാർത്ത കൊടുത്ത വാർത്താ ചാനലിനെതിരെയും കേസില്ല. മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദമാക്കാനാണ് നീക്കം നടക്കുന്നത് എന്നുള്ള വലിയ വിമർശനങ്ങളും സുബ്രഹ്മണ്യൻ ഉയർത്തിയിരുന്നു. നിയമ നടപടികളെ നേരിടും. ജാമ്യം ലഭിക്കുമെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ ജയിലിൽ പോകുമെന്നും സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. സുബ്രഹ്മണ്യം പങ്കുവച്ച ഫോട്ടോകളുടെ കൂട്ടത്തിലൊന്ന് വ്യാജമാണ് എന്നത് വ്യക്തമായിട്ടുണ്ട്. പോറ്റിയുടെ ചെവിയിൽ മുഖ്യമന്ത്രി നുള്ളുന്ന ചിത്രമാണ് ഇത്. അതുകൊണ്ടാണ് നടപടികൾ. അതായത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പോറ്റിയും പിണറായി വിജയനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളായിരുന്നു അത്. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ള പിണറായിയിലേക്ക് എത്തുമോ എന്നുള്ള ഭയമാണ് പാർട്ടിക്കുള്ളത്. കാരണം ചിത്രം വൈറലാകുന്നതോടുകൂടി ഇത് AI ആണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാത്ത ഒരവസ്ഥ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് പിടിച്ചിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ വന്നിരിക്കുന്നത്. അതാണ് തിടുക്കപ്പെട്ട് പോലീസ് ഇപ്പോൾ ഓടി നടന്ന് ഈ ചിത്രം പങ്കുവെക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രയും അഗാധമായ ബന്ധമുണ്ടാകാൻ കാരണം എന്തായിരിക്കും എന്ന അടിക്കുറിപ്പോടെയായിരുന്നു N സുബ്രഹ്മണ്യൻ സമൂഹ മാധ്യമത്തിൽ ചിത്രം പങ്കുവച്ചത്. എന്നാൽ ഇതിൽ ഒരു ചിത്രം AI നിർമ്മിതമാണ് എന്ന നിലയിലായിരുന്നു പിന്നീടുള്ള പ്രതികരണങ്ങൾ വന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്നതായുള്ള ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും അതിന്റെ വസ്തുതകൾ പുറത്തു വരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. പിന്നീട് ആ ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായിയും ഒപ്പം നിൽക്കുന്ന ഈ ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും ആധികാരികത ജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ ശരിക്കും സംഭവിച്ചത്? പോലീസ് ആംബുലൻസിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തത്. താക്കോൽ കൈമാറുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റിയും സമീപം നിൽക്കുന്നതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് കൈ കൊടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള 2 ഫോട്ടോകളിൽ ഒന്ന് AI ആണെന്നും രണ്ടാമത്തെ ഫോട്ടോയുടെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നും MV ഗോവിന്ദൻ തൊട്ടു പിന്നാലെ വന്ന് പ്രതികരണം നടത്തിയിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും ഒപ്പമെല്ലാം വിവിധ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. CPMന്റെ മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കളുടെ ഉൾപ്പെടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്നതിന്റെ ചിത്രങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ ചിത്രവും അതുപോലെ തന്നെ അടൂർ പ്രകാശ് ഈ പറയുന്ന പോറ്റിക്കൊപ്പം പലയിടത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അടൂർ പ്രകാശ് പണി പാളിയതോടെ നൈസായിട്ട് കൈയൊഴിയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കൃത്യമായ ഈ ഫോട്ടോയുടെ ആധികാരികത വ്യക്തമാക്കാനോ അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്നോ പ്രതികരിക്കാൻ അടൂർ പ്രകാശ് തയ്യാറായിട്ടില്ല. അപ്പോൾ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ മിക്ക നേതാക്കളുടെയും ഒപ്പം പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് കോൺഗ്രസ് തന്നെ വെളിപ്പെടുത്തണം. അല്ലെങ്കിൽ ജനങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസുമായും CPMുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണല്ലോ ഉള്ളത് എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇടതും വലതും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഈ രീതിയിലും കിട്ടുമെന്നുള്ള കാര്യം ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇടതും വലത് നേതാക്കളും പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇരുകൂട്ടരും പ്രയോഗിക്കുന്നുണ്ട്. 2 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ അറസ്റ്റിലായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം പരാമർശിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടത് നേതാക്കളാണ് ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത്. താൻ കാണുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചിരുന്നു. പോറ്റിയും പിണറായിയും ഒപ്പം നിൽക്കുന്ന ചിത്രം അത്ര നിസാരമല്ല എന്നും മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടതെന്നും അല്ലാതെ പാർട്ടിയല്ല എന്നും
കോൺഗ്രസുകാർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ ആദ്യം പിണറായി വിജയൻ പ്രതികരിക്കുന്നതിന് മുൻപേ വന്ന് പ്രതികരിച്ചത് പാർട്ടിയായിരുന്നു. അല്ലെങ്കിലും പിണറായിക്ക് വായിലെ പിരിവെട്ടുമ്പോഴെല്ലാം രംഗത്ത് വരുന്നത് CPM ആണല്ലോ. പോറ്റി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്നതായി അടൂർ പ്രകാശ് കാട്ടിയ ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും അതിന്റെ വസ്തുതകൾ പുറത്തുവരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം ഉൾപ്പെടെ ഇടത് സർക്കാരിനെതിരെ UDF ആയുധമാക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ചിത്രത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമൊക്കെ വിമർശനവുമായി കളത്തിലേക്കിറങ്ങിയത്. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും UDF കൺവീനർ അടൂർ പ്രകാശിന് മറുപടിയില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അടൂർ പ്രകാശ് MPയുടെയും ആന്റോ ആന്റണി MPയുടെയും സാന്നിധ്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. കേസിലെ മറ്റൊരു പ്രതിയായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൊപ്പവും പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചിട്ടുണ്ട്. 2 വ്യത്യസ്ത അവസരങ്ങളിൽ ഇവർ സോണിയാഗാന്ധിക്ക് സമ്മാനങ്ങൾ കൈമാറുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആരാണ് പോറ്റിക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം നൽകിയത്, എന്തിനുവേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അടൂർ പ്രകാശ് മറുപടി പറഞ്ഞിട്ടില്ല. വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അടൂർ പ്രകാശ് പ്രകോപിതനാകുന്നത് കുറ്റബോധം കൊണ്ടാണ്. IAS ഉദ്യോഗസ്ഥർ SITയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പഴയ ബോംബ് പോലെയാണ്. ഉദ്യോഗസ്ഥരുടെ പേര് പുറത്തുവിടാൻ പോകുന്നില്ല. പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടും സതീശൻ ബോംബ് ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല എന്നും ഗോവിന്ദൻ വിമർശനം ഉന്നയിച്ചു. എന്തായാലും ഈ ചിത്രങ്ങളുടെ പേരിലാണ് കോൺഗ്രസും CPMും തമ്മിൽ പരസ്പരം കടിപിടി കൂടുന്നത്. എന്തായാലും ജനങ്ങൾക്ക് പലതും ബോധ്യമാകും. AI ചിത്രം ഏതാണ്, അല്ലാത്തത് ഏതാണ് എന്നൊക്കെ ഉള്ളത് തിരിച്ചറിയാനുള്ള വകതിരിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ആ വകതിരിവ് അവർ തെരഞ്ഞെടുപ്പിൽ കാണിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.